കഞ്ഞിക്കുഴിയിൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളുന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മഴക്കാലമായതോടെ മാലിന്യം പരിസര പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ സാമൂഹ്യവിരുദ്ധർ രാത്രിയിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധിച്ചു. മാത്രമല്ല, ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിലേക്ക് ഈ മാലിന്യം കൊണ്ടുപോകുന്നവർക്ക് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ അവർ അത് ലാഭകരമായിട്ട് എടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് അധികാരികളും ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഈ വാർഡിലെ ഒന്നാം വാർഡ് മെമ്പറും ഈ വാർഡിലെ മെമ്പർ സുഖ ഉൾപ്പെടെ അവർ വളരെ ബുദ്ധിമുട്ടേറിയാണ്. കാരണം എന്തുകൊണ്ടായാലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അവരൊപ്പം നിൽക്കുന്നവരാണ് അവർ. ജനങ്ങളെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് നിൽക്കുന്നവരെന്നൊക്കെ ഈ നിരന്തരമായിട്ട് ഒരാഴ്ചക്കാലമായി ഇവിടെ ഇതുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഈ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ഈ റോഡരികിൽ പള്ളിക്കവല മുതൽ ഈ കേരക്കമ്പനിയുടെ ഭാഗം വരെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഇടുന്നുണ്ടായിരുന്നു. അതിനെതിരെ നേരത്തെയൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്, വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നമ്മുടെ മഴക്കാലം കൂടി വന്നിരിക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പെരുകിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഈ കൊള്ള ചെയ്യുന്നത് വളരെ ഖേദകരമാണ്. കാര്യം ഇവിടെ പ്രദേശവാസികൾ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്, കമ്പനികളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, തൊട്ടടുത്ത് കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പം നിരന്തരം ഇങ്ങോട്ട് നടന്നു പോവുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ സൈക്കിളിൽ പോകുമ്പോഴത്തേക്ക് ഒന്ന് വീണ് പോയെന്ന ഈ മാലിന്യത്തിലോട്ടാണ് വീഴുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികൾ, നിരവധി കമ്പനിയിൽ പോകുന്ന ജോലിക്കാർ, ഈ അപ്പുറത്ത് കാണുന്ന വലിയൊരു കമ്പനിയാണ്, 500-ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നതാണ്. അവരെല്ലാം ഇതിലെ കൂടെ നടന്നു പോകുമ്പോൾ അവരുടെ കാലിൽ ഇതിലൂടെ ചവിട്ടി വേണം അവർ മുന്നോട്ട് പോകാനായിട്ട്. അത്ര കണ്ട് ശോചനീയാവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ കക്കൂസ് മാലിന്യം. ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യദ്രോഹികൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് അവിടുത്തെ പ്ലാന്റിൽ കൊണ്ടുപോയി അടിക്കാവുന്നതാണ്. പക്ഷേ അവരതൊന്നും ചെയ്യുന്നില്ല. അവൾ വളരെ ഈ സമൂഹത്തിനെ വളരെ അപകടാവസ്ഥയിലാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. സാംക്രമിക രോഗങ്ങൾ കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇതുപോലെ നാടിനാപത്തുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ നിലയ്ക്ക് ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കും. ആ പ്രതിഷേധത്തിലൂടെ പരിഹാരം കാണാൻ ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാം. ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്താണ് മാലിന്യം തള്ളിയത്. കേര കമ്പനിക്ക് സമീപം 2-ാം വാർഡിന്റെ 500 മീറ്റർ ചുറ്റളവിൽ നിരന്തരമായി കക്കൂസ് മാലിന്യം ഒഴുക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്നുമാണ് ആവശ്യം. രൂക്ഷമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. മഴക്കാലമായതിനാൽ മാലിന്യം പരിസരത്തേക്ക് വ്യാപിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. കമ്പനിയുടെ ഭാഗത്ത് കേരയുടെ അവിടെ മുതൽ വടക്കത്ത് ഈ കമ്പനിയുടെ അവിടെ വരെ അപ്ഡേറ്റ് ഒരു നിവൃത്തില്ല. എൻ്റെ വെള്ളം വരെ നല്ല ശുദ്ധമായിട്ടുള്ള ബോർവെൽ വെള്ളമായിരുന്നു. അതുവരെ ഇപ്പോൾ ഒരുമാതിരി മഞ്ഞ കളറാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിന് തെറ്റായ ഒരു പരിഹാരം കാണും. ഞങ്ങൾക്കിവിടെ താമസിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പറഞ്ഞ് ഞങ്ങൾ ഈ പറ്റ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പുറം ഇപ്പുറം 1-2 കമ്പനികളുണ്ട്. കമ്പനി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെയാണ്. ഇത് കണ്ട് സഹികെട്ട് ഞങ്ങൾ ഇതിക്ക് മുമ്പ് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ വണ്ടി പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ വണ്ടിയും കൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. പിന്നെ ഗതി ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചിരുന്നു. സർക്കാർ ഏജൻസിയായ സീഡിറ്റാണ് കരാർ ഏറ്റെടുത്തത്. കരാർ പ്രകാരം കൃത്യസമയത്ത് ക്യാമറകൾ സ്ഥാപിക്കുവാൻ സീഡിറ്റിന്റെ അധികാരികൾ കടുത്ത അലംഭാവമാണ് കാണിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി മുരളി, വാർഡ് മെമ്പർമാരായ പി മുരളി, സോയ, സജിത ബൈജു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി.